ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 1.5% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ വളരെ വോളട്ടൈലാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വളരെ വോളട്ടൈലായിരുന്നു, വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 വിക്സ് 24.87 ഉയർന്നിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ വലിയ വോളാറ്റിലിറ്റിയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് വീണ്ടും ഇന്നലെ താഴെ പോയിട്ടുള്ളത്. ആലിബാബയുടെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജനറേറ്റീവ് AI ആപ്പാണ്. ഇത് ഡീപ് സീക്കിനേക്കാളും ടെൻസെൻറ്റിൻ്റെ ആപ്പിനേക്കാളും ഒക്കെ ബെറ്റർ ആണെന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇത് പൊതുവെ അമേരിക്കൻ ടെക്നോളജി സ്റ്റോക്കുകളിൽ സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. ഏഷ്യ ഇന്നലെ ബെറ്റർ ആയിരുന്നു. നമ്മളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഗോൾഡ് അതുപോലെ തന്നെ മറ്റ് കമോഡിറ്റികളൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കാണ്. $2,910 പെർ ഔൺസിനാണ് ഇന്ന് സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ഓൾമോസ്റ്റ് സെയിം ലെവലാണ്, $33.16 പെർ ഔൺസ് ആണ്. അതേസമയം മറ്റു മെറ്റൽസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. സിങ്ക് അതുപോലെ തന്നെ അലുമിനിയം ഒക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $69.6 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ വീണ്ടും വീക്കൻ ചെയ്തിരിക്കുകയാണ്. 87.11 രൂപ പെർ ഡോളറാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഇന്നലത്തെ ADRകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ADRകൾ ഡോക്ടർ റെഡ്ഡീസ് ഒഴികെ എല്ലാ ADRകളും വീക്കായിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ ഒരു പരിധിവരെയൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. പല സ്റ്റോക്കുകളും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലാണ് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റിലൊരു വോളാറ്റിലിറ്റി ഉണ്ടാവും. ഒരു പക്ഷേ മാർക്കറ്റ് വീണ്ടും 3-4% കറണ്ട് ലെവലിൽ നിന്ന് താഴെ പോവും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അട്രാക്റ്റീവ് ലെവലിലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ SR ഓയിൽ പണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്കായിരുന്നു. അത് ഡീലിസ്റ്റ് ചെയ്ത് പോയി. 2017 $262.80 ഡീലിസ്റ്റ് ചെയ്തത്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഡീലിസ്റ്റിൽ പങ്കെടുക്കാത്ത ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഒരു ബൈബാക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പേര് നയാര എനർജി എന്നാണ്. റഷ്യൻ കമ്പനിയാണ്. 731 രൂപ പെർ ഷെയർ ആയിട്ട് ബൈബാക്ക് ചെയ്യാണ്. നല്ല ഒരു അപ്രീസിയേഷനാണ് ഈ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ എല്ലാവരും തങ്ങളുടെ DP അക്കൗണ്ടിൽ നോക്കുക. നയാര എനർജി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബൈബാക്കിൽ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും. 731 രൂപ പെർ ഷെയറാണ് ലഭിക്കാൻ പോകുന്നത്. പഴയ SR ഓയിലാണ്. ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കൽപ്പത്തരു പവർ 2003 കോടി രൂപ ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോൺ കോക്കറിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളാണ്. അവർ ന്യൂക്ലിയർ പവർ സെഗ്മെൻറ്റിലേക്കും കൂടി കടക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് വലിയ രീതിയിലാണ് സ്മോൾ മോഡുലർ റിയാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ പവർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. ജോൺ കോക്കറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിഫൻസിലുണ്ട്, ഗ്രീൻ ഹൈഡ്രജൻ രംഗത്തുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ്ങിലുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ബെൽജിയം കമ്പനിയാണ്. വളരെ ലോ ഇക്വിറ്റി ഉള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാം. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എനർജി സെക്ടറിൽ, റിന്യൂവബിൾ എനർജി സെക്ടറിൽ പൊതുവെ ഒരു മാന്ദ്യം തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് ഒന്നും നല്ല രീതിയിൽ ആക്റ്റീവ് അല്ലാത്തത് കാരണമുള്ള ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പല പ്രൊജക്റ്റുകളിലും ബിഡ് ചെയ്ത പ്രൊജക്റ്റുകളിലും ബയേഴ്സ് ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സോളാർ എനർജി രംഗത്ത് നല്ല ന്യൂസല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോഷൻ സോളാർ എനർജി സ്റ്റോക്കുകളിൽ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ളൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇന്നലെ വീണ്ടും 577 കോടി രൂപ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ ബുക്ക് 71,100 കോടിയാണ് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ. അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളുടെ മുന്നേറ്റത്തിൽ ഏറ്റവും ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ പോകുന്നൊരു കമ്പനിയും കൂടിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ഏജൻറ്റിക് AI സ്റ്റുഡിയോ ആരംഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജനറേറ്റീവ് AI വേർഷനാണ് ഏജൻറ്റിക് AI. നമ്മൾ ആരും സഹായം ഇല്ലാതെ തന്നെ ഓരോ
ഇവൻറ്റുകളും ഓരോ പ്രൊജക്റ്റുകളും ചെയ്യാനായിട്ട് സാധിക്കും, വർക്കുകളും ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. RVNL 156.4 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. എൻഡറോ ഹെൽത്ത് കെയർ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ TCPL പാക്കേജിങ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഒരു ഫെസിലിറ്റി ചെന്നൈയിൽ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള കമ്പനികൾ കൊറോമൻഡൽ ഇൻ്റർനാഷണൽ ഉണ്ട്. അതുപോലെ തന്നെ ദീദേവ് പ്ലാസ്റ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് സമ്മാൻ ക്യാപിറ്റൽ, അതുപോലെ തന്നെ അലൈഡ് ബ്ലെൻഡേഴ്സൊക്കെയാണ്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡോക്കാർ റെമഡീസ്, റെയിൻ ഇൻഡസ്ട്രീസ്, ഫൈനോടെക്സ് കെമിക്കൽസ്, ഇൻസോളാർ എനർജി, ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 3-4 ഘട്ടമായിട്ട് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ ഒരു എക്സ്പോഷർ കൂട്ടണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വരുമ്പോഴാണ് ലോങ് ടൈമിലേക്ക് വാങ്ങാനുള്ള അവസരം. ഒപ്പം നമ്മൾ 63 മൂൺസ് ടെക്നോളജീസ് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടൊരു കമ്പനിയാണ്. അവർ NSCL റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിരിക്കുകയാണ്. വൺ ടൈം സെറ്റിൽമെൻറ്റ്, അന്നത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വൺ ടൈം സെറ്റിൽമെൻറ്റ് 1950 കോടി രൂപ കൊടുത്തുകൊണ്ട് കേസുകളെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്യുവർ സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ്. വളരെ ലോ ഇക്വിറ്റിയാണ്, ധാരാളം റിസർവ് ഉണ്ട്. സെറ്റിൽമെൻറ്റിന് ശേഷം ധാരാളം റിസർവ് വന്നേക്കാം. അതോടൊപ്പം തന്നെ സെറ്റിൽമെൻറ്റിനോടനുബന്ധിച്ച് ധാരാളം റിയൽ എസ്റ്റേറ്റ് അസറ്റും ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ 63 മൂണിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. വിമൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മൾ പിക്കുകൾ കൊടുക്കുന്നതായിരിക്കും. ഇന്നലെയും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് നമ്മൾ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം സ്ട്രോങ് പിക്കുകൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ കൊടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.